താൻ കൂടുതൽ ഉപദേശമൊന്നും വേണ്ട. ആ നമ്പറും അഡ്രസ്സും വാട്സാപ്പ് ചെയ്ത് എന്താ ചെയ്യേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. ശരി സാർ. അപ്പോ അടി തുറക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതെടാ, അത് നിന്നോട് തന്നെ. ജയദേവ, അവനെങ്ങാനും തട്ടിപ്പോയാലേ കൊലപാതകമാവും. ഈ സമയത്ത് വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടിൽ ഞാൻ മാത്രം ഉണ്ടായിരുന്നു. ഡിവോഴ്സ് കേസിൽ എനിക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ രഞ്ജിയുടെ ഫ്രണ്ട് ഡോക്ടർ ജയദേവൻ മൊഴി കൊടുത്തിരുന്നു. സങ്കടം സഹിക്കാൻ പറ്റാതെ ഞാൻ അഭിയം കൂട്ടി അയാളുടെ ക്ലിനിക്ക് ചോദിക്കാൻ ചെന്നു. തർക്കത്തിനിടയിൽ എബിയുടെ കൈകൊണ്ട് അയാളെ കൊല്ലപ്പെട്ടു സർ. ഒരാളെ കൊന്നെന്ന് പറയുന്നത് തമാശയാണ്. അതിന് തെളിവായിട്ട് മിനിമം ഒരു സാധനം വേണം. ഡെഡ് ബോഡി. ഞാൻ തമാശ പറഞ്ഞൊന്നും അല്ല. ജയദേവന്റെ ഡെഡ് ബോഡി അയാളുടെ ക്ലിനിക്കിൽ കിടപ്പുണ്ട്. സാറേ, ദേവന്റെ വണ്ടി ഇവിടെ കിടക്കും. നീ ഇറങ്ങുന്നില്ലേ? ഇല്ല. അല്ല സാറേ, ആ പുള്ളി വന്നേ പറ്റൂ. ക്രൈം സീൻ റീക്രിയേറ്റ് ചെയ്യാൻ 200 രൂപ വേണ്ടേ? താനും വരണം. 2 രൂപ വേണം. കൊന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇവിടെയാ ബോഡി കിടന്നത്. അതവിടെ പോയി. ഇവനാണ് അവൻ. കൊന്നിട്ടൊന്നുമല്ല നിൽക്കുന്നത്.